ഇപ്പം പറയുന്നില്ല, പിന്നെ എപ്പോഴേലും പറയാം. കാരണം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ വെളിയിൽ കാണുന്ന പലതും പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളകത്ത് പുറത്തുനിന്ന് കണ്ടിട്ടാണല്ലോ അകത്ത് പോയത്. ഇപ്പൊ ഡിസൈനിലെ ആര്യന്റെ ഒരു ആക്ട് പോലും നിങ്ങൾ കണ്ട് അനുമോളെല്ലാവരും ഒറ്റപ്പെടുത്തി. ആ ഒരു ഈ സ്ട്രാറ്റജിനെ കുറിച്ച് എന്താ പറയുന്നത്? അതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. കാരണം അതെനിക്കിപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വാക്കിൽ പറയാം. ഒരു വാക്കിൽ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ലൈവിൽ കാണുന്നത് ഒന്നുമല്ല, അതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ഡെഫിനറ്റ്ലി കുറേ കോണ്ടന്റുകൾ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വെളി വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പലതും ഓഡിഷൻ ഉണ്ട്. ഞാൻ ആദ്യം കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു അനുമോളുമായിട്ട് സംസാരിക്കുന്ന പോർഷൻ മാത്രമേ വെളി വന്നിട്ടുള്ളൂ. അതൊരു ലവ് ട്രാക്ക് എന്നുള്ള രീതിയിലാണ് പുറത്ത് വന്നേക്കുന്നത്. പക്ഷേ അത് ലവ് ട്രാക്ക് ഒന്നുമല്ല. ഞങ്ങൾ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളും ഭയങ്കര എനിക്ക് വിഷമം വന്നത്. ഈ അനുമോള് എല്ലാവരും ഇറങ്ങി പോകുന്നത് ഇതുപോലത്തെ ഒരു കരച്ചിൽക്കാരി പരിപാടി ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഒരു ഡ്രാമ കാണിക്കുന്ന ഡ്രാമയായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം അനുമോൾ ഒരു ജെന്യുവനായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോളെന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വിഷം ചീറ്റുമെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിട്ട്. ഞാൻ കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടിട്ടില്ല. ഞാൻ അതിന് മുമ്പ് ഈ വീക്കില് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് അതെ കിച്ചൺ ക്യാപ്റ്റൻ അത് ആക്ച്വലി ആ വീട്ടുകാർ എനിക്ക് തന്നൊരു പണിയായിരുന്നു. കാരണം കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളത്. എന്നാൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും. അവരെന്ന പണിയായിരുന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ കണ്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതിനുശേഷം ആ കിച്ചണിൽ ഫുൾ അടിയായിരുന്നു ഈ വീക്ക്. ഈവൻ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡ്രൈ ഡേ ആണ്. പക്ഷേ ആ ഫ്രൈഡേയിൽ ഞങ്ങൾക്ക് ഭയങ്കര അടി നടന്നിട്ടുണ്ട് കിച്ചണിൽ. സോ എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് എഡിക്റ്റ് ആയെന്നുള്ള കാര്യം. ഇവൻ ഡയറക്റ്റ് അത് പറയുമ്പോൾ ഭയങ്കര ഷോക്കിലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് തോന്നിയോ ഈ എവിക്റ്റ് ആയതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു വേറൊരു മസ്താനിനെയും ലക്ഷ്മിനെ ഔട്ടാക്കാൻ വേണ്ടി ബാക്കി ആൾക്കാർ വേറൊരു ഔട്ട് ആവുന്ന പ്രതീക്ഷ ഒരു കണ്ടസ്റ്റന്റ് മാക്സിമം വോട്ട് കൊടുത്തു. അത് കാരണം എന്റെ വോട്ടിങ് കുറഞ്ഞു. ഈ സീസണിൽ കപ്പടിക്കുമെന്ന് പ്രതീക്ഷ ഉള്ളതാരാ? ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഈ അഖില വിഷയത്തിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? ആ ഒരു കാര്യത്തിൽ ഞാൻ മാത്രമല്ല ആ വീട്ടിലെ ആരും അത് നോട്ട് ചെയ്തിട്ടില്ല. കാരണം അതിലനുകൂല വിഷയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെന്നല്ല ആ വീട്ടിലെ ആരും അത് കേട്ടില്ല. ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലായി ഇത് ആരെക്കുറിച്ചാണ് പറയുന്നുള്ളത്. ഞാൻ കിച്ചണിലായിരുന്നു. ആ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ലക്ഷ്മി ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആളാണെന്ന് ശക്തമായിട്ട് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ഡേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒരു അടി ഉണ്ടായത് ഇതിന്റെ പേരിലാണ്. അല്ല, ലക്ഷ്മി എന്നല്ലാണ്ട് പല പ്രാവശ്യം വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മണിക്കൂർ ശേഷമാണ്. ആ കോൺവെർസേഷനിൽ ഞാനൊരു പാട്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. കാരണം അവിടെയുള്ള ഒരു 80% കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ്. അകത്ത് പോയി എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവിടുന്ന് ബ്രോക്ക് അറിയാലോ ആരാ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ആരാണ് ബ്രോക്ക്? അവിടെ അങ്ങനെ ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും, കാരണം ഇവരൊക്കെ എനിക്കിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കപ്പാരിക്ക് കൊടുക്കാന്നുള്ളൊരു ഐഡിയ ഇല്ല ബ്രോക്ക്? ഇല്ല, ഇപ്പം കറന്റ് എനിക്കറിയില്ല. കാരണം അവിടെ പലരുടെയും ഗെയിമുകൾ പല രീതിയിലാണ്. കാരണം ഇപ്പോൾ പുറത്ത് അനീഷിൻ്റെത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ. പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെയും ഞാൻ പറയുന്നു. കയറിയപ്പോഴും ഞാൻ പറയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു അനീഷിൻ്റെ ഒരു ലീനിയർ ക്യാരക്ടറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക എന്ന് പറയും. ഉച്ചയ്ക്ക് അത് തന്നെ പറയും. എവറി ഡേ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബ്രോക്കറിയിൽ കപ്പടിക്കും. ഇപ്പോൾ ട്രോള് പോലെ വരുന്നത് ഈ പ്രാവശ്യത്തെ കപ്പിൽ ആലേട്ടന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാരണം അതുകൊണ്ടാണ് ഇവിടെ ഗെയിം പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ആൾക്കാരെല്ലാവരും പല രീതിയിൽ ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മസ്താനിനെ സംബന്ധിച്ച് വഴിക്കാടായ ആരും പുറത്തുനിന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യമാണ്. പക്ഷെ മസ്താനി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട് വീട്ടുകാർ വെച്ചിട്ട്. അതിനെപ്പറ്റി സംസാരിക്കും. അത് മസ്താനിയോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് മസ്താനിയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ട ഒരു 3-4 പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ലാസ്റ്റ് ഒരു വാർണിംഗ് വരെ കൊടുത്തു ബിഗ് ബോസ് മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രോയ്ക്ക് ഫസ്റ്റ് വീക്കിനുള്ള നോമിനേഷൻ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി എന്തായിരുന്നു? എൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എല്ലാവരുമായിട്ടും ഒന്ന് കമ്പനി ആയിട്ട് നിന്നിട്ട് അവരുടെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അക്ബറിൻ്റെ ഗ്രൂപ്പ്, ഷാനവാസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയത്തില്ല വാഴയ്ക്ക് തടം വെക്കുക എന്ന് പറയുന്നില്ല, വാഴയ്ക്ക് മൂട് വെക്കുക എന്ന് പറയുന്നത്. അതേപോലെ ആ മൂടിനെല്ലാം വെട്ടിക്കളയാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു. വേറെ നമ്മൾ 2 മിനിറ്റ് പറയുന്നത്. ആ 3 ദിവസവും ഹൗസ് മേറ്റ്സ് എല്ലാവരും പറഞ്ഞു എൻ്റേതായിരുന്നു ബെസ്റ്റ് സ്റ്റോറി ഞാൻ നറേറ്റ് ചെയ്തത്. അതായിരുന്നു ടാസ്ക്. അതായത് ഒരു
നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്ന ടാസ്ക് അല്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു ഗെയിം നടന്നു. കാരണം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ജിഷിന് കൊടുത്തു ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ്. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ നിന്നില്ല. പിന്നെ നെവിൻ ഒരു എന്റർടൈനർ ഡെഫിനറ്റ്ലി നെവിൻ ഒരു എന്റർടൈനറാണ്. കാരണം നെവിൻ്റെ അവിടെ നെവിൻ ഇങ്ങനെ എന്റർടൈൻമെന്റ് കോണ്ടന്റ് നല്ല രീതിയിൽ കൊടുക്കും. ബിഗ് ബോസ് മസ്താനി വരാത്തത് അറിയില്ല. ലാസ്റ്റ് മിനിറ്റ് മസ്താനിയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പാനിയുടെ ആരാധകരെ പേടിച്ച് ഇറങ്ങില്ലെന്നാണ് ഇവിടെ പൊതുവെ എനിക്കറിയത്തില്ല, ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയത്തില്ല. ബിഗ് ബോസ് പോയത് മസ്താനിക്ക് കൂടുതൽ ആളുകൾ വെറുത്തു തോന്നുന്നുണ്ട്. മസ്താനി ബിഗ് ബോസ് പോയ കാരണം എനിക്ക് കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ ഔട്ടായി. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എൻ്റെ ഫോൺ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരു ഹാഫ് ആൻ അവർ ടൈം കിട്ടിയിട്ടുള്ളൂ മൊത്തത്തിൽ നോക്കാൻ. സോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഓക്കെ ബ്രോ.